വീണ്ടും വന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും കർത്താവിൻ്റെ വഴിയെ പിന്തുടരുവാനും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊക്കെ നിറവേറ്റുവാനും ആയി കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വരാം. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളെക്കുറിച്ച് ഓർത്ത് നാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവും തൻ്റെ അടുക്കൽ വന്ന പലരെയും സൗഖ്യമാക്കിയിട്ട് ചില സമയങ്ങളിൽ ആര് കർത്താവിനോടൊരു നന്ദി വാക്ക് പറയാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റ് ജാതിയിൽപ്പെട്ടവർ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി വരുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കർത്താവ് അതിശയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിന് എപ്പോഴും ഒരു പ്രസാദം വരുവാനായി എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഞാൻ കൊടുത്തതെല്ലാറ്റിനും അവർ എന്നെ നന്ദിയോടെ ഓർക്കുന്നുവെന്ന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് ഓർക്കുവാൻ ഇടവരണം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ നടത്തിയതിനെക്കുറിച്ച് ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ സമാധാനത്തോടെ എഴുന്നേൽക്കുവാൻ സഹായിച്ചതിനെക്കുറിച്ച് ഓർത്ത് വേദനകളിലും അസ്വസ്ഥതകളിലും കഴിയുന്ന പല അവസ്ഥകളിൽ നമ്മെ വിടുവിച്ച് ഇന്ന് ആ അവസ്ഥയിലായിരിക്കുന്നവരെക്കാൾ ഒരുപടി കൂടി നമ്മെ ഉയർത്തി വച്ചിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന അപ്പച്ച. നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവേ, അപ്പോൾ ഈ ഭൂമിയിൽ കോടാനുകോടി മനുഷ്യർ, 800-ലധികം കോടി മനുഷ്യരുണ്ടെങ്കിലും അങ്ങ് ഞങ്ങളെ അറിയുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പേരിനെ അവിടുത്തെ ഉള്ളംകരകളിൽ എഴുതിയിരിക്കുന്നതിനായി കർത്താവെ, അങ്ങയുടെ ജീവപുസ്തകത്തിൽ ഞങ്ങളെ എഴുതിയിരിക്കുന്നതിനായി ഒക്കെ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന അപ്പച്ച. കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി നന്ദി. ദൈവമേ, മതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്ന് ആ ദൈവിക സംരക്ഷണത്തിൻ്റെ വാക്യം ഇന്ന് പകൽക്കാലവും അങ്ങ് ഞങ്ങളോട് ദൈവമേ ഇടപെടുന്നതിനായി നന്ദി. ചിലർക്ക് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി ഭയമാണ്, ടെൻഷനാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത്, പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്, സമ്പത്തിനെ കുറിച്ച് ഓർത്തൊക്കെ ഒത്തിരി ഭയപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന സംരക്ഷണയ്ക്കുള്ളിലേക്ക് വരുവാൻ, ആകുലതകൾ നീങ്ങിപ്പോകുവാൻ, ഹൃദയത്തിൻ്റെ ഭയം മാറുവാൻ, എല്ലാ ഭാരങ്ങൾ എടുത്തു മാറ്റപ്പെട്ടവരായിരിക്കുവാൻ കർത്താവെ അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, ഹൃദയങ്ങൾ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നവർ, നിരാശ അനുഭവിക്കുന്നവർ, പ്രത്യാശിച്ച ദൈവമേ ഭാവി ജീവിതം വന്നില്ലല്ലോ, ഇതുവരെയും ഞങ്ങൾക്ക് ദൈവമേ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവർ കർത്താവെ സ്തോത്രം. അങ്ങവർക്ക് വേണ്ടി ഒരു നല്ല ശുഭഭാവി വച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഈ നാളുകളിൽ കർത്താവെ ഞെരുക്കങ്ങളിൽ കൂടിയും പ്രയാസങ്ങളിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്നത് ദൈവം അവരെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ദൈവത്തിൻ്റെ കൈക്ക് അനുരൂപരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു ഉറപ്പ് കർത്താവെ ആ പ്രിയ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം കൊണ്ട് നിറയ്ക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ദൈവമേ, കഴിഞ്ഞ നാളുകളിലുള്ള എല്ലാ സങ്കടങ്ങളെയും എല്ലാ നിലവിളിയെയും അവിടെ നിന്ന് മാറ്റി ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ആർപ്പിൻ്റെയും ദിവസങ്ങളാക്കി തീർക്കണം അപ്പ. നിലവിളികളെ അവിടെ നിന്ന് എടുത്തു മാറ്റി വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ അവിടെ നിന്ന് നൽകണം അപ്പച്ച. ദൈവമേ സ്തോത്രം ചെയ്യുന്ന ആനന്ദ തൈലം കൊണ്ട് വരെ അഭിഷേകം ചെയ്യണമേ, അലങ്കാര മാല അണിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിന്ദിക്കപ്പെട്ട് ദൈവമേ പല വിഷയങ്ങളിൽ കർത്താവെ ഞങ്ങൾക്ക് അറിയാതെ പലതിൻ്റെയും പേരിൽ, ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ പേരിൽ പലരുടെയും അടുത്ത് നിന്ന് കർത്താവെ ഇവർ റിജക്ഷൻ അനുഭവിച്ചു, ഇവരെ തള്ളി മാറ്റി, ഇവരെ ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ കർത്താവെ ഇവരെ അവിടെ നിന്ന് മാനിക്കണമേ. മറ്റുള്ളവർക്ക് ദൈവമേ ഇവർ ഒരു ആശ്ചര്യമായി മാറുവാൻ, ഒരു അത്ഭുതമായി മാറുവാൻ, ഇവരുടെ ജീവിതങ്ങളിൽ ദൈവമേ വലിയ വ്യത്യാസം അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞു, ദൈവമേ ആഗ്രഹിച്ചതുപോലൊരു ജീവിതമൊന്നും കിട്ടിയില്ല എന്നോർത്ത് കഴിയുന്നവർക്ക് ദൈവമേ സ്വർഗത്തിൻ്റെ ഒരു അത്ഭുതം അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, ഈ ഞെരുക്കത്തിൽ കൂടി കടന്നു പോയാൽ സ്വർഗം അവർക്ക് വേണ്ടി വലിയ പ്രതിഫലം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. തലമുറകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ. ദൈവമേ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ
കിടക്കുന്ന യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവെ, മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റിനും ഒക്കെ അടിമപ്പെട്ടിരിക്കുന്നവർ ദൈവമേ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പച്ച. ദൈവമേ സ്തോത്രം. ജീവിതങ്ങളിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ട്രാജഡികൾ സംഭവിച്ചു പോയവർ കർത്താവെ, ദൈവമേ ഒട്ടും പ്രതീക്ഷിക്കാതെ ദുഷ്ടൻ ദൈവമേ പലതരത്തിൽ പിച്ച് ചീന്തിയ ജീവിതങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ മുറിവിനെ അവിടെ നിന്ന് കെട്ടണം അപ്പച്ച. അവർക്ക് ആവശ്യമായിരിക്കുന്ന നീതിയെ അങ്ങ് നടപ്പിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ദൈവമേ നല്ല ഭരണകൂടത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല ദൈവമേ കോർട്ടുകളിൽ നല്ല ജഡ്ജിമാർ വരുവാനായി, ഉന്നത അധികാര സ്ഥലങ്ങളിൽ നീതിയും ന്യായവും നടത്തുന്നവർ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവമേ ഉത്തരവാദിത്വങ്ങൾ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നവരായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജനം ആരാധിക്കുന്ന ദൈവമേ സ്പോർട്സ് ഫീൽഡിലുള്ളവർക്കായി, ദൈവമേ സിനിമാ ഫീൽഡിലുള്ളവർക്കായി, മ്യൂസിഷ്യൻസിനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം ഒരു കർത്താവിനെ കുറിച്ചൊരു ബോധ്യം ദൈവമേ, രക്ഷിക്കപ്പെട്ട മക്കൾ വരുവാൻ, മാനസാന്തര അനുഭവങ്ങൾ അവിടെയും ഉണ്ടാകുവാൻ, ദൈവമേ അങ്ങനെയുള്ള ടോപ്പ് ലെവലിൽ നിൽക്കുന്നവർ സ്നാനമേറ്റു വരുവാൻ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. മറവിടങ്ങളിൽ ദുഷ്ടൻ ഒരുക്കുന്ന എല്ലാ ചതിക്കുഴികളിൽ നിന്ന് കർത്താവെ ജനത്തിനെ വിടുവിക്കണമേ. എല്ലാ ആഭിചാര ബന്ധനങ്ങളിൽ നിന്ന്, എല്ലാ മന്ത്രവാദ ശക്തികളിൽ നിന്ന്, എല്ലാ സാത്താന്യമായിരിക്കുന്ന ഇരുട്ടിൻ്റെ പോരുകളിൽ നിന്ന് കർത്താവെ അവിടുന്ന് ജനത്തെ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവിക കുടുംബങ്ങളെ ദൈവമേ അങ്ങ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അവരുടെ ഭവനങ്ങൾക്ക് ചുറ്റും, അവർക്കുള്ള സകലതിന് ചുറ്റും ദൈവമേ അവിടുന്ന് വേലി കെട്ടി സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാ പിൻവാതിലുകളെ, സാത്താന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഇടവരുത്തുന്ന എല്ലാ പിൻവാതിലുകളെ, എല്ലാ കോപ സ്വഭാവങ്ങളെ, ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സുകളെ ഒക്കെ ഞങ്ങളിൽ നിന്ന് നീക്കി ദൈവികമായിരിക്കുന്ന ഒരു സ്വഭാവം ഈ ദിവസങ്ങൾ ഞങ്ങൾ വരുവാനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഞങ്ങളിൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ കർത്താവേ. ദൈവമേ എല്ലാ സംശയങ്ങൾ, അസൂയകൾ, എല്ലാ തർക്ക സ്വഭാവങ്ങൾ, വാഗ്വാദങ്ങൾ, ഇതെല്ലാം ഞങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ വിട്ട് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ സാത്താനെ വേഗത്തിൽ കാൽ കീഴെ ചതച്ച് കളയുമെന്ന് നൽകിയിരിക്കുന്ന വചനത്താൽ കർത്താവെ, സാത്താൻ്റെ സകല പ്രവൃത്തികൾ, സകല പോരുകൾ, പോരാട്ടങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ദൈവമേ നീങ്ങിപ്പോകുവാൻ, ആരാധിക്കുവാൻ അനുവദിക്കാതെ, പ്രാർത്ഥിക്കുവാൻ അനുവദിക്കാതെ ഒക്കെ ഉള്ള ദൈവമേ എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഭവനങ്ങളിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. ഇന്നത്തെ ദിവസം ഈ പ്രിയ മക്കളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഹല്ലേലൂയ അപ്പച്ച. ദൈവികമായിരിക്കുന്ന ഒരു സന്തോഷം അവരുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ എല്ലാ മേഖലകളിൽ അറിയുവാൻ ദൈവമേ ഇടവരുത്തണമേ. അപ്രതീക്ഷിതമായിരിക്കുന്ന നന്മയുടെ ദൈവമേ വാക്കുകൾ ഇവർ കേൾക്കുവാൻ, നന്മയുടെ അറിയിപ്പുകൾ, ഫോൺ കോളുകൾ ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നപ്പാ. വേദനകളിൽ അവിടെ നിന്ന് ആശ്വാസത്തെ പകരണമേ കർത്താവേ. ദൈവമേ നട്ടലിൻ്റെ കംപ്ലൈൻറ്റുകൾ കർത്താവെ, കംപ്ലൈൻറ്റുകൾ, സ്പോണ്ടിലോസിസിൻ്റെ കംപ്ലൈൻറ്റുകൾ, ഹല്ലേലൂയ, അസ്ഥി സംബന്ധമായിരിക്കുന്ന വേദനകൾ, ആക്സിഡൻ്റൊക്കെ പറ്റി അസ്ഥികൾ ഒടിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സർജറികൾ കഴിഞ്ഞ് കിടക്കുന്നവർ, ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കുന്നവർ ഒക്കെ വേഗത്തിൽ കർത്താവെ ആ വേദനകളിൽ നിന്ന് പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിഗ്മെൻറ്റ് ഫ്രാക്ചറുകൾ വന്നിരിക്കുന്നവർ, ജോയിൻസിൽ പെയിൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കൈകാൽ മരവിപ്പുകളുള്ളവർ, നടക്കുവാനും ദൈവമേ ഇരുന്നാൽ എഴുന്നേൽക്കുവാനും കരങ്ങൾ ഉയർത്തുവാനും ഒക്കെ ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യത്താൽ അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കിഡ്നി കംപ്ലൈൻറ്റുകൾ മറയട്ടെ, ലിവർ സിറോസിസ് പോലുള്ള ലിവർ കംപ്ലൈൻറ്റുകൾ മറയട്ടെ അപ്പച്ച. ഹല്ലേലൂയ കർത്താവ്. ഉദര സംബന്ധമായിരിക്കുന്ന ഡൈജഷൻ പ്രോബ്ലംസ് നീങ്ങിപ്പോകട്ടെ. യൂട്രസ് സംബന്ധമായിരിക്കുന്ന ദൈവമേ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സഹോദരിമാരെ അവിടെ നിന്ന് വിട്ടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാതിരിക്കുന്നവർക്ക് അത്ഭുതകരമായി മക്കളെ നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണം അപ്പച്ച. ഇന്ന് പകൽക്കാലവും യാത്രയിലാകുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഭവനങ്ങളിലായിരിക്കുന്നവരെ, അപ്രതീക്ഷിതമായിരിക്കുന്ന ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, തീയിൽ നിന്ന്, മഴയിൽ നിന്ന് ഒക്കെ കർത്താവെ, ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവുമാകുന്നു എന്ന് പത്രോസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട, ബൈബിളിലെ തന്നെ ഒരു കാതലായിരിക്കുന്ന, പുതിയ നിയമ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ, പുതിയ നിയമത്തിൻ്റെ വളരെ കാതലായിരിക്കുന്ന ഒരു വാക്യം പത്രോസ് അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്ന
പറയുന്നത് എന്താണ്? നാം ഒരു ശ്രേഷ്ഠ ജാതിയാകുന്നു, നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്നു, രാജകീയ പുരോഹിത വർഗമാകുന്നു. ഹല്ലേലൂയ. നമുക്ക് പലർക്കും നമ്മെക്കുറിച്ച് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വച്ച് അല്ലെങ്കിൽ മാനുഷികമായി മറ്റുള്ളവർ നമ്മെ നോക്കുന്ന അളവുകോലുകൾ വച്ച് നമുക്ക് നമ്മിൽ തന്നെ വളരെ ലജ്ജ തോന്നും. ചിലപ്പോൾ നമ്മുടെ പരിധികളെക്കുറിച്ച് പരിമിതികളെക്കുറിച്ച് നാം നമ്മിൽ തന്നെ ചുരുങ്ങി ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ നമുക്ക് സമ്പത്തില്ല, കുടുംബ യോഗ്യതകളില്ല, വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ വലിയ ജോലിയോ സ്റ്റാറ്റസോ ഒന്നുമില്ല, ഈ ലോകത്തിൽ നാം പലരുടെയും കണ്ണിൽ ചെറുതായി പോയി എന്നല്ല തോന്നുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ടാകുന്നു. ഏറ്റവും വിശേഷതയേറിയ രാജകീയ പുരോഹിത വർഗമായിട്ടും ഹല്ലേലൂയ വിശുദ്ധ വംശമായും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ആ ഒരു പദവി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അപ്പോൾ വിളിച്ചിരിക്കുകയാണ് കർത്താവ് നമ്മെ. ഈ സ്വന്തം ജനവും രാജകീയ പുരോഹിത വർഗവും ആ വിശുദ്ധ വംശവും ഒക്കെ ആക്കി വച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു നടക്കുന്നതിന് വേണ്ടിയല്ല, നമ്മെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയല്ല. നമ്മെ വിളിച്ച കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ അല്ലെങ്കിൽ കാൽവരിയിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചിന്തിത്തന്ന് നമ്മെ ദൈവമക്കളാക്കിയ ഈ പറഞ്ഞ പദവികൾക്കെല്ലാം യോഗ്യരാക്കി നമ്മെ മാറ്റിയ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, കർത്താവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നാം എങ്ങനെ കർത്താവിൻ്റെ മക്കളായി അതുപോലെ മറ്റുള്ളവർക്കും എങ്ങനെ ആകാം എന്ന് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിൻ്റെ എല്ലാ താഴ്ചയിൽ നിന്നും എല്ലാ തകർച്ചയിൽ നിന്നും എല്ലാ വീഴ്ചകളിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് ഇത്രമാത്രം ഉന്നത പദവിയിലേക്ക് ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ പല കാര്യങ്ങളെയും നോക്കി പലതിലും പരാതി പറഞ്ഞ് പിറുപിറുത്തിരിക്കുന്നതിന് പകരം ആ ഉന്നതമായിരിക്കുന്ന പദവിയിലേക്ക് നിങ്ങൾ കണ്ണുയർത്തി നോക്കി ദൈവം നമ്മെ എന്തിനു വേണ്ടി ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറപടിയായി ചെയ്യുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.